വിദേശ സന്ദർശനത്തിന്റെ ഭാഗമായി ഘാനയിലെത്തിയ പ്രധാനമന്ത്രി ഒരു ദിവസം കൂടി അവിടെ തുടരും. 2 ദിവസത്തെ സന്ദർശനത്തിനാണ് അദ്ദേഹം അവിടെ എത്തിയിരിക്കുന്നത്. വളരെ ഊഷ്മളമായ സ്വീകരണമാണ് അദ്ദേഹത്തിന് ഘാനയിൽ ലഭിച്ചത്. 30 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാനയിൽ എത്തിയത്. പിന്നാലെ ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിൽ മോദിയെത്തും. 26 വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ട്രിനിഡാഡ് ആൻഡ് ടുബാഗോയിൽ സന്ദർശിക്കാൻ എത്തുന്നത്. തുടർന്ന് ഈ മാസം 6, 7 തീയതികളിൽ ബ്രസീലിലെ റിയോയിൽ നടക്കുന്ന ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കും. 9-ന് നമീബിയയിലേക്ക് പോകും. സന്ദർശനത്തിൽ പ്രധാനപ്പെട്ട ധാരണാപത്രങ്ങൾ പ്രധാനമന്ത്രി ഒപ്പുവെക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. വിവരങ്ങളുമായി MG മിഥുൻ നമുക്കൊപ്പം ചേരുകയാണ്. മിഥുൻ, ഗുഡ് മോർണിംഗ്. പ്രധാനപ്പെട്ട കരാറുകളിലൊക്കെ ഒപ്പുവെക്കും എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത് വിദേശകാര്യ മന്ത്രാലയം. എങ്ങനെയാണ് ആ കരാറുകളുമായി ബന്ധപ്പെട്ട കൂടുതൽ വിശദാംശങ്ങൾ? ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ. ആര്യ, ഗുഡ് മോർണിംഗ്. എന്തായാലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ 5 വിദേശ രാജ്യങ്ങളിലുള്ള സന്ദർശനം തുടരുകയാണ്. ഇന്നലെയാണ് അദ്ദേഹം ഘാനയിലെത്തിയത്. ഘാനയിൽ വളരെ ഊഷ്മളമായ സ്വീകരണമാണ് പ്രധാനമന്ത്രിക്ക് ലഭിച്ചത്. കാരണം ഘാന പ്രസിഡന്റ് ജോൺ മനാമ നേരിട്ട് വിമാനത്താവളത്തിലെത്തിയാണ് പ്രധാനമന്ത്രിയെ സ്വീകരിക്കുകയും ഒപ്പം തന്നെ പിന്നീട് അത്താഴവിരുന്നൊക്കെ പങ്കെടുക്കുകയും ചെയ്ത് പ്രധാനപ്പെട്ട രാഷ്ട്രതലവന്മാരുമായും ഒപ്പം തന്നെ നേതാക്കളുമായും മോദി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തുകയും 4 പ്രധാനപ്പെട്ട കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്തു. ഈ രാജ്യങ്ങൾ തമ്മിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ആഫ്രിക്കയുമായി കൂടുതൽ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് ഈ രാജ്യങ്ങളും തമ്മിൽ ചർച്ച ചെയ്തു. ഒപ്പം തന്നെ സാങ്കേതിക വിദ്യയിൽ ഒക്കെ തന്നെ കൂടുതൽ ബന്ധം ഉറപ്പിക്കുന്നതിന് വേണ്ടി ഇരു രാജ്യങ്ങളും തമ്മിൽ കൂടുതൽ നയതന്ത്ര തലത്തിലേക്ക് കാര്യങ്ങൾ പോകേണ്ടതായിട്ടുണ്ട്. അത് സംബന്ധിച്ചുള്ള കരാറുകളിലൊക്കെ ഒപ്പുവെച്ചതായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ 4 കരാറുകളിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ഒപ്പുവെച്ചു. ഒപ്പം തന്നെ നേരത്തെ G7 ഉച്ചകോടിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം കാനഡയിലൊക്കെ പോയതുപോലെ തന്നെ അവിടെയൊക്കെ ഈ ഭീകരവാദത്തിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്നുള്ള കാര്യം അദ്ദേഹം അറിയിക്കുകയും ചെയ്തതാണ്. അതേ രീതിയിലുള്ള നിലപാട് ഈ ഘാന പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിലും അതേ രീതിയിൽ ഒപ്പം ചേർന്നുകൊണ്ട് സംയുക്തമായി മുന്നോട്ട് പോകണമെന്നുള്ള നിർദ്ദേശം അദ്ദേഹം മുന്നോട്ട് വെച്ചു. ഈ ഒരു ഇരട്ടത്താപ്പ് മറ്റ് വിദേശ രാജ്യങ്ങളിൽ പല കോണുകളിൽ നിന്ന് ഇത്തരത്തിൽ ഭീകരവാദത്തിനെതിരെ ഒരു ഇരട്ടത്താപ്പ് നടക്കുന്നത് പതിവായി കാണാറുണ്ട്. പക്ഷേ അത്തരത്തിലുള്ളൊരു നിലപാടുണ്ടാകാൻ പാടില്ല എന്നടക്കമുള്ള കാര്യങ്ങൾ കൂടി അദ്ദേഹം ഈ കൂടിക്കാഴ്ചയിൽ മുന്നോട്ട് വെച്ചതായാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ ഘാന പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ വ്യാപാര കരാറുകൾ അടക്കം, അതായത് ഇന്ത്യ പാകിസ്ഥാൻ പാകിസ്ഥാൻ സംഘർഷവുമായി ബന്ധപ്പെട്ട് ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നങ്ങൾ അതടക്കം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വിദേശ രാജ്യങ്ങളിലുള്ള സന്ദർശനങ്ങളിൽ കൂടുതൽ പിന്തുണ ഊട്ടിയുറപ്പിക്കുക എന്നുള്ള ലക്ഷ്യമാണ് ഇന്ത്യ മുന്നോട്ട് വയ്ക്കുകയും ചെയ്തത്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ആദ്യ സന്ദർശനത്തിൽ, അതായത് ഘാനയിൽ അദ്ദേഹത്തിൻ്റെ പ്രധാനമന്ത്രി ആയതിനു ശേഷമുള്ള ആദ്യ സന്ദർശനമാണ്. 30 വർഷത്തിന് ശേഷമാണ് ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഘാന സന്ദർശിക്കുകയും ചെയ്തത്. അങ്ങനെ ഊഷ്മളമായ വരവേൽപ്പാണ് നൽകിയത്. ഇന്ന് വൈകിട്ട് ഇന്ത്യൻ സമയം 3:30 അദ്ദേഹം ഘാനയിലെ പാർലമെന്റിൽ അദ്ദേഹം അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനു മുമ്പ് മലയാളി സമൂഹത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി സംസാരിക്കുകയും ചെയ്യും. വൈകിട്ട് ഇന്ത്യൻ സമയം 5 മണിക്ക് ശേഷം അദ്ദേഹം അവിടെ നിന്ന് ട്രിനിഡാഡ് ആൻഡ് ടൊബാഗോ എന്ന രാജ്യത്തേക്ക് പോവുകയും ചെയ്യും. അവിടെയും സമാനമായ രീതിയിൽ രാജ്യത്തെ പ്രതിനിധികളുമായും ഒപ്പം തന്നെ രാഷ്ട്രതലവന്മാരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തുകയും സുപ്രധാന കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യും. 5 മുതൽ 8 വരെയാണ് അദ്ദേഹം ബ്രസീലിലേക്ക് പോവുക. ബ്രസീലിലാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുക. അവിടെയും ഭീകരവാദത്തിനെതിരായി സന്ധിയില്ലാത്ത പോരാട്ടം തുടരുമെന്നുള്ള കാര്യത്തിൽ ഈ ബ്രിക്സ് ഉച്ചകോടിയിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഈ വിഷയങ്ങൾ ഉന്നയിക്കുകയും ചെയ്യും. മറ്റു സുപ്രധാനമായ കരാറുകളിൽ ഏർപ്പെടുകയും ചെയ്യും. തീർച്ചയായും MG മിഥുനാണ് വിശദാംശങ്ങളുമായി നമുക്കൊപ്പം ചേർന്നത്.